വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 13 തീയതി മാർച്ച് മാസം 2026 രാവിലെ 8:02 ആയിട്ടുണ്ട്. ഇത് ഇന്നലത്തെ ലെവലിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ഫ്യൂച്ചറിന്റെ 15 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് കാണുന്നത്. ഇന്നലത്തെ വീഡിയോ പോയി ചെക്ക് ചെയ്യൂ. കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു 23,695 അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്യാപ് ഡൗൺ, അവിടെയാണ് ഗ്യാപ് ഡൗൺ ആകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ താഴെയോ മറ്റോ ആവുന്നുണ്ടെങ്കിൽ സൈഡ് വേസ് ബാലൻസ് മോഡിലോട്ട് പോകാൻ പ്രോബബിലിറ്റി കൂടുതലാണ്. എക്സാക്ട്ലി നമ്മുടെ ലയൺ 2 താഴെ 2 വര, മുകളിൽ 2 വര, പരിപാടി കഴിഞ്ഞു. അവിടെ മാർക്കറ്റ് എന്തൊക്കെ വാറിന്റെ ന്യൂസ് ഉണ്ടോ, എന്തൊക്കെ ന്യൂസ് ഉണ്ടെങ്കിലും മാർക്കറ്റ് അവിടെ അതിനനുസരിച്ചാണ് കളിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇത് എന്റെ കഴിവോ അങ്ങനെ ഒന്നുമല്ല. ഇതിന്റെ അർത്ഥം എന്താണ്, ഇത് എന്തുകൊണ്ടാണ് എന്താണ് മീൻ ചെയ്യുന്നത് വെച്ചാല്, ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഫോക്കസ് ആയിരിക്കണം. ഓപ്ഷനിൽ ആരൊക്കെയുണ്ട്, അതിന്റെ സെല്ലറായിട്ട് ആരൊക്കെയുണ്ട്, അതിന്റെ ബയ്യറായിട്ട് ആരൊക്കെയുണ്ട്, അവർക്ക് ബലമുണ്ടോ, അവരെ സ്ട്രെങ്ത് ആണോ, അവർ നല്ല അടിപൊളി മണി പവറുള്ള ആൾക്കാരാണോ, അല്ല അങ്ങനത്തെ ആൾക്കാരകത്തുണ്ടോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ മാർക്കറ്റ് പ്രൊഫൈൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന്റെ ന്യൂവാൻസസ്, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതിന്റെ ലെവൽ, വാല്യൂ ഏരിയ, ഹൈ ലോ എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഓപ്ഷൻ ചെയിൻ, അത് നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യും മാത്തമാറ്റിക്കായിട്ട് കണക്ട് ചെയ്ത് ഈ ലെവൽ നമുക്ക് വരയ്ക്കാനായിട്ട്. അപ്പൊ ഇത് നമ്മൾ രണ്ടാമത്തെ ദിവസം, ഇത് ഇങ്ങനെ എപ്പോഴും സ്ക്രീൻഷോട്ട് കാണിച്ച് അങ്ങനെ എടുക്കാറില്ല. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ലെവല് അക്യൂറസിയിൽ ഒരു 95 to 98% തരുന്നുണ്ട്. എക്സാക്ട്ലി പറഞ്ഞതിൽ പതുക്കെ ആയിരുന്നു മൂവ്. ആൻഡ് നമ്മുടെ ലെവലിനകത്ത് 23,800-നും 23,695-നും, അപ്പൊ ഏകദേശം ഒരു 105 പോയിന്റിന്റെ അകത്ത് തന്നെ നിഫ്റ്റി ഫ്യൂച്ചർ കടന്നുകൂടി. 50-ക്കും ഇത് തന്നെയാണ് നടന്നത്. നമുക്ക് ഇന്നത്തെ ലെവലിലോട്ട് പോവാം. ഇന്ന് ഇതാണ് ലെവല്. അത് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇന്നത്തെ ലെവല് പ്രീവിയസ് ഡേ ഹൈന്റെ അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. പ്രീവിയസ് ഡേ ലോ, യെസ്റ്റർഡേ ലോവിന്റെ അവിടെ PDL പ്രീവിയസ് ഡേ ലോ, അതിന്റെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതാണ് ലെവൽ. താഴെ ഒരു 23,400 എന്ന് പറയുന്ന ഒരു ലെവലും നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോള് 211 ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ. അത് എങ്ങനെയാണെന്നുള്ള വാച്ച് ചെയ്യുക എന്താണെന്നുള്ളത്. പിന്നെ 250 നോക്കാവുന്നതാണ്. 250 എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ നോക്കാവുന്നതാണ്. 2 പോയിന്റ് ഓഫ് കൺട്രോൾ ഇന്ന് കിട്ടുന്നുണ്ട് നമുക്ക്. ഒരു ചില സമയങ്ങളിൽ 211, 15 എന്ന് പറയുന്ന ആ ലെവൽ ഉണ്ടല്ലോ, ആ ലെവൽ സപ്പോർട്ടായിട്ട് എടുത്ത് ഒരു മൂവ് തരാനുള്ള ചാൻസസ് ഉണ്ട്. അത് പി ആണെങ്കിലും ശരി, സി ആണെങ്കിലും ശരി, ആ ഒരു ലെവൽ ശ്രദ്ധിക്കുക. ഏത് സ്ട്രൈക്കിലാണ് വരുന്നത്, ഏത് സ്ട്രൈക്കിലാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത്, ഇതൊക്കെ നിങ്ങൾ തന്നെ നോക്കണം. ഇത് നോക്കി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഒരു എൻട്രിക്കും ഒരു എക്സിറ്റിനും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു SL-നും എല്ലാം നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സ്ക്രീൻ ടൈം കൊടുക്കുക. നമ്മൾ എങ്ങനെയാണ് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു ലേണിങ്ങിന് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു ലേണിങ്ങിന് ലിസണിങ് സ്കിൽ വേണം എന്ന് പറയുന്നുവോ, അതേപോലെ ഒരു ട്രേഡിങ്ങിന് വേണ്ടത് സ്ക്രീൻ ടൈമിംഗ് ആണ്. സ്ക്രീൻ ടൈമിൽ നോക്കി നിങ്ങൾക്ക് അത് മൈൻഡിനകത്ത് അതിനകത്ത് വിഷ്വലൈസ് ചെയ്ത് വെച്ച് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് അത് കോൺഫിഡൻറ്റ് കിട്ടുകയും അതിനുശേഷം എൻട്രിയും എക്സിറ്റും SL-ഉം ഒക്കെ പ്ലാൻ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിന് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.